ഇപ്പം സമയം 7 മണിയായിട്ടോ. 7 മണിയായി കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെയിൽ കഴിഞ്ഞ് നിൽക്കണുണ്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു അവിടെ മുഴുവൻ പൂക്കളാവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാർക്കിൽ പോയിട്ട് നമുക്ക് കാണാം. നല്ല വെയിലാണ്. സമയം 7 മണി ആയിട്ടുണ്ട്. 11 മണി വരെ വെയിലായിരിക്കും. ഒരു 10:30-11 ആകുമ്പോഴാണ് രാത്രി ആവുള്ളൂ. ഇത് റെയിൽ താഴത്തെ കൂടെ നമുക്ക് പോകാം. മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പാർക്കിൽ പോയിട്ട് പൂക്കളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വർഷം ചെറിയ അതിൻ്റെ ഒരു ഇത് നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് പൂക്കളില്ലാത്ത സമയത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ പൂക്കൾ കാണാൻ വേണ്ടി പോവാട്ടോ. രാവിലെ തൊട്ട് പോകാൻ പറഞ്ഞ് രാത്രി ആകുമ്പോഴേ ഇറങ്ങുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം 7 മണിയാണ് കേട്ടോ. അതിനകത്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി. ഇല വന്നു ഫുള്ളും. ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ ദിവസം. ഒരു റോസ് കളർ പൂക്കൾ, ആ മരമാണോ നിൽക്കണത്. ഇല വന്നു ഫുള്ളും, പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മുടെ പാർക്കിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. കാരണം ഈ ദിവസങ്ങളിൽ മുഴുവൻ മഴയായിരുന്നു. അതുകൊണ്ട് പൂ കൊഴിഞ്ഞു പോയി, ഇല വന്നോന്ന് അറിയില്ല. പൂ ഉണ്ടാകുന്ന സമയമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നിറയെ പൂവായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിഞ്ഞൂടെ, പോയി നോക്കാം. പാർക്കിൽ കൂടെ കയറി അടുത്ത പാർക്കിലേക്ക് പോവാട്ടോ. തുളിപ്പ് പൂ ഉണ്ടായിരിക്കണുണ്ടോ, തുളിപ്സ്. നമ്മുടെ മുറ്റത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പെറ്റലാണ് ഇത്. കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള തുളിപ്പാണ്, ചുമപ്പ്. സൂപ്പറായിട്ടുണ്ട്. പൂ നിലത്തുള്ള പൂക്കളൊന്നും അധികം ആയിട്ടില്ല കേട്ടോ. മരത്തിലെല്ലാം പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഇലകളായി. അപ്പോൾ വലിയ ഞാൻ പറഞ്ഞ പാർക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ പെയ്തപ്പോൾ എല്ലാം കൊഴിഞ്ഞു. സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറച്ച് ആൾക്കാർ വെയിൽ കഴിയണ കാണിച്ചു തരാം. ഇത് കണ്ടോ, കാണുന്നുണ്ടോ? നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കും ഇങ്ങനെ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. 3 പേരുണ്ട്. ഒരാളതേ താറാവാണത്. താറാവല്ല, വലിയ കിളിയായിരിക്കും ഇത്. എനിക്കറിഞ്ഞൂടെ എന്താ സാധനം. താറാവ് ഇവിടെ എവിടെയാണ് കുളമുള്ളത്? അവർ ഉറങ്ങാണ്. ഇത്ര നേരം അവിടെ വെയിലുണ്ടായിരുന്നു, അപ്പോൾ കയറി ഇരിക്കുന്നതാണ്. കണ്ടോ, നമ്മൾ അടുത്ത് പോയിട്ട് അവരനങ്ങണില്ല. നമുക്ക് താറാവ പൊളിയായിട്ടല്ലോ ഇരിക്കുന്ന നോക്കല്ലേ. വെച്ചിരിക്കുന്ന ഓലപ്രതിമയാണത്. കണ്ടോ, അവരുറങ്ങാണ്. പ്രതിമ പോലെ ഉറങ്ങാണ് 3 ആളും. ഇത് കണ്ടോ, തല പൊക്കി നോക്കണ്ട ഒരാൾ. ഇവിടെ അങ്ങനെ ആരും ഉപദ്രവിക്കൊന്നുമില്ല. അതുകൊണ്ട് അവർ സ്വസ്ഥമായിട്ടിരുന്ന് ഉറങ്ങാണ്. ഞാൻ ഇത്ര അടുത്ത് വന്നൊന്ന് വീഡിയോ എടുത്തിട്ട് അവർക്കൊരു വിഷയമില്ല. അങ്ങനെ കണ്ടോ, മനോഹരമായ സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ. ഈ കാണുന്ന മനോഹാരിതയാണ്, പക്ഷെ നല്ല തണുപ്പാണ്. ഞങ്ങൾ പാർക്കിലേക്ക് കയറാൻ പോകട്ടെ, ഞാൻ പറഞ്ഞ പാർക്കിലേക്ക്. പക്ഷേ ഒരുവിധം എല്ലാ മരത്തിലും ഇലയായി. ഞാൻ കഴിഞ്ഞ വർഷം വരുമ്പോൾ ഈ മരത്തിലൊക്കെ പൂക്കളായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇവിടെയൊക്കെ പൂക്കൾ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങി. വെയിലാണ്, എന്നാലും കുറച്ചൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഫുള്ളും കൊഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഈ മരങ്ങൾ മുഴുവൻ ഇപ്പം ഇലയായി. കണ്ടോ, ഇപ്പം ഇലയായി. പക്ഷെ ഇത് മുഴുവൻ പൂക്കളായിരുന്നു. കൊഴിഞ്ഞു കിടക്കണുണ്ടോ? കണ്ടോ, അതെ, നോക്ക് അംഗം. ഇത് ഫുള്ളും റോസ് കളറിലാട്ടോ ഇരിക്കുക. പക്ഷെ ഇപ്പോൾ കൊഴിഞ്ഞതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഉണ്ട്. കണ്ടോ, പൂ കൊഴിഞ്ഞു വീണാണ്ടോ. ഫുള്ളും കൊഴിഞ്ഞു വീണതാ. എന്ത് ഭംഗിയെന്നറിയാം. കണ്ടോ, ഞാൻ പക്ഷെ ലാസ്റ്റ് ഇയർ ഞാൻ വരുമ്പോൾ അവിടെ 2 പിള്ളേർ ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാരൻ വന്നിട്ട് ഫോട്ടോ, ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണ്, നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വീട്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ത് കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ സഹായിക്കും. ഞങ്ങൾ എടുത്തു തരുമോ എന്ന് ചോദിക്കും.
കണ്ട 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 ഇത് വെള്ള പൂക്കളാണ്. ഇത് കാണണ്ടോന്ന് അറിയില്ല, വെള്ളയാണ് കേട്ടോ പൂക്കള്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വെള്ള പൂക്കള. തുളിപ്സ് വയലറ്റ് കളറ്. കഴിഞ്ഞ വർഷം പിങ്ക് ആയിരുന്നു, ഈ വർഷം വയലറ്റാണ്. വയലറ്റ് അല്ല 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 അല്ല, എല്ലാ മാസവും തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ബന്ദിയില്ല, നമ്മുടെ നാട്ടിലെ ബന്ദി. കഴിഞ്ഞ വർഷം ഓർക്കുണ്ടോ? ഇത് കഴിഞ്ഞപ്പോൾ ചെണ്ടുമല്ലി അങ്ങനത്തെ സാധനങ്ങൾ വയ്ക്കും. ഇതിന് ചുറ്റും ഇതാണ് കേട്ടോ. പാർക്കാണ്, കൗൺസിൽ പാർക്ക്. മെമ്മറിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചുറ്റും, ഇതിന് ചുറ്റും ഇത് തന്നെ. ഞാൻ ആദ്യം പറഞ്ഞ ആള് ഞങ്ങളോട് ചോദിച്ചു ഫോട്ടോ എടുത്ത് തരണമെന്ന് ചോദിച്ചിട്ടോ. എന്നിട്ട് ആള് ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തന്നാണിത്. അവരങ്ങനെ ഓഫർ ചെയ്യും, ഫോട്ടോ എടുത്ത് തരണമെന്ന് ചോദിക്കും. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെടണം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അങ്ങനെ അങ്ങോട്ട് വന്ന് ചോദിക്കും അവർ. വെള്ളമരം കണ്ടോ, വെള്ളമരം ഫുൾ വെള്ളപ്പൂക്കളാണ് ഇത്. ഒക്കെ കൊഴിഞ്ഞു, അതിൻ്റെ ഭംഗിയൊക്കെ പോയി. മഴ ആയിരുന്നു ഇത്രയും ദിവസം, അതിൻ്റെയാണ്. പൂക്കൾ കിട്ടാവില്ല, മൊത്തം പൂക്കൾ കിട്ടാവില്ല. ഫുള്ളും റെഡ് തുളിപ്സാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോപ്പി ഫ്ലവർ എന്നാ പറയാവുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് സ്കൂളിൻ്റെ ചട്ടയിൽ മാത്രമാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ ബുക്കിൻ്റെ ചട്ടയിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മളത് ലൈവായി കാണുന്നു. നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ ഇത് നന്നായിട്ട് ധാരാളമായിട്ടുണ്ടാവും, പല കളറ്. ഇവിടെയും പല കളർ ഉണ്ടാവും കേട്ടോ. ഇവർ ഈ വർഷം റെഡാണ്, ഓരോ വർഷവും ഓരോ തീമായിരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇലയില്ലാതെ, ഇതിൽ ഇല വന്നു തുടങ്ങി, ഇലയില്ലാതെ പൂവുണ്ടാവും. ഇത് ലാസ്റ്റ് പൂത്ത മരമായിരിക്കും. അതുകൊണ്ടാണ് ഇതിൽ ഇത്രയും ഇല, അല്ല ഇത്രയും പൂവ്. കണ്ടോ, നമുക്ക് റോസപ്പൂ. അയ്യോ, റോസപ്പൂവാണ്, റോസപ്പൂ. റോസപ്പൂവിൻ്റെ ഷേപ്പാണ്. അങ്ങനെ സമയം 8:30 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള കാഴ്ച. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോന്നു. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ഇടുകയാണ്. അടുത്ത വർഷം നമുക്കും കാണാമല്ലോ. അടുത്ത വർഷം അല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ.